പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ വന്ന എല്ലാ ദൈവത്തിന്റെ മക്കളെയും ദൈവത്തിന്റെ അഭിഷക്തന്മാരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് ഏറ്റവും അധികം സംസാരിക്കാനായിട്ട് ഇടയായി തീരും. ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്നവരെ ആരെയും ആ ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 7-ാം വാക്യം, യഹോവേ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ അഭിഷക്തൻ പറയുകയാണ്, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെയും ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് അവന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം അവനെ സഹായിക്കുമെന്നുള്ളതാണ്. ഇത് പകലിൽ ആ ഉറപ്പ് ഓരോ ദൈവവൈതന്റെ ഹൃദയത്തിനകത്തേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ നിശ്ചയമായും ആ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ഇടയായി തീരും. 121-ാം സങ്കീർത്തനം 1-ാം വാക്യം വിളിച്ചു പറയുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അടുത്ത വാക്യം പറയുകയാണ്, എന്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് പകലിൽ അതാണ് ഓരോ ദൈവത്തിന്റെ ധൈര്യം. സർവശക്തനായ ദൈവമാണ് എന്റെ സഹായകനായിരിക്കുന്നത്. ഒരുപക്ഷെ നിന്നെ ലജ്ജിപ്പിക്കത്തക്ക നിലവാരത്തിൽ, അവൻ നിന്നെ ഇല്ലാതാക്കത്തക്ക നിലവാരത്തിൽ പല ആളുകൾ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാകാം. പല ആളുകൾ പല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകാം. അവർ എഴുത്തുകളിലൂടെ നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അവർ വാക്കുകളിലൂടെ നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അവര് അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. അവര് ഊമക്കത്തുകൾ എഴുതിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ബലമെന്ന് പറയുന്നത് അവനെ സഹായിക്കുവാൻ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം അവന്റെ പക്ഷത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് പകലിൽ ഏതെങ്കിലും സാഹചര്യത്തിനകത്തുപെട്ട് നീ പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പ് പറയുവാൻ കഴിയും, നിന്നെ സഹായിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ ഒപ്പം കൂടെയുണ്ട്. അപ്പൊ ഇന്ന് അഭിഷക്തനായ ദൈവത്തിന്റെ അഭിഷക്തനോട് ചേർന്ന് പറയുമ്പോൾ, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. അബ്രഹാം ലോത്ത് നല്ല സ്ഥലം തിരഞ്ഞെടുത്തത് കൊണ്ട് തല തട്ടിയിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അബ്രഹാമേ നിന്റെ തല ഒന്ന് ഉയർത്തി നീ തെക്കോട്ടും വടക്കോട്ടും